ഇടിമിന്നലേറ്റ് കീരമ്പാറയിൽ സഹോദരങ്ങളുടെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. കണിയാംകുടി കുര്യാക്കോസ്, മത്തായി എന്നിവരുടെ വീടുകളിൽ വയറിങ്ങും ഇലക്ട്രിക് ഉപകരണങ്ങളും നശിച്ചു. കൂടുതൽ നാശം സംഭവിച്ച കുര്യാക്കോസിന്റെ വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാലാണ് വലിയ അപകടം ഒഴിവായത്. ഞായറാഴ്ചത്തെ കനത്ത മഴയോടൊപ്പമാണ് ശക്തമായ ഇടിമിന്നലുമുണ്ടായത്. കീരമ്പാറയ്ക്ക് സമീപം നെടുമ്പാറയിൽ 2 വീടുകൾക്ക് ഇടിമിന്നലേറ്റു. സഹോദരങ്ങളായ കണിയാംകുടി കുര്യാക്കോസ്, മത്തായി എന്നിവരുടെ വീടുകൾക്കാണ് മിന്നലേറ്റത്. കുര്യാക്കോസിന്റെ വീട്ടിലാണ് കൂടുതൽ നാശനഷ്ടം. വയറിംഗ് പൂർണ്ണമായി നശിച്ചു. വൈദ്യുതി മീറ്ററുകളും ഫ്യൂസുകളും ബൾബുകളുമെല്ലാം ഊരിത്തെറിച്ചു. ഇലക്ട്രിക് ഉപകരണങ്ങൾക്കെല്ലാം കേടുപാടുകളുണ്ട്. വീടിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയ്ക്കും പൊട്ടലുണ്ടായി. മുറ്റത്തെ മണ്ണ് ഇളകിത്തെറിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ഈ മറ്റേ പൈപ്പ് നമ്മൾ ഇന്നലെ കൂട്ടിയത് മറ്റേ വാട്ടർ കണക്ഷനാണ് ഈ വെള്ളം. അത് കിട്ടുന്ന മഴക്കെടുതിയിലുണ്ടായ സംഭവമാണല്ലോ. ഈ സമയത്ത് കുര്യാക്കോസും കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആളപായമോ പരിക്കോ ഒഴിവായത്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കുര്യാക്കോസ് പറഞ്ഞു. ഒരു 4-4:30 സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് വേറെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. വീട്ടിൽ ഇങ്ങനെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കോൺക്രീറ്റിന് പൊട്ടു വീണിട്ടുണ്ട്. വയറിങ് സംഭവങ്ങളും പൈപ്പിൻ്റെ കണക്ഷനെല്ലാം പോയിട്ടുണ്ട്. കുര്യാക്കോസിന്റെ വീടിന്റെ സമീപത്ത് തന്നെയാണ് സഹോദരൻ മത്തായിയുടെ വീട്. ഇവിടെ ആഘാതം കുറവാണ്. ജനൽ ഗ്ലാസുകളും ഫാൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും നശിച്ചു. ആന്റണി ജോൺ MLA വീട് സന്ദർശിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥർ നാശനഷ്ടത്തിന്റെ കണക്കെടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് MLA പറഞ്ഞു. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഏതായാലും ആളുകൾക്ക് അപകടം പറ്റിയില്ല എന്നുള്ള ഒരു വലിയ ആശ്വാസം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ശക്തമായ ഇടിയും മിന്നലും ഇടിയും ഒന്നും ഉണ്ടാകുമെന്നുള്ള ഒരു അത്തരമൊരു മുൻധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും ജനങ്ങൾ ഒരു അലസമായ ആ നിലയിൽ പലപ്പോഴും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വൈകുന്നേരമാകുമ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയമായതുകൊണ്ട് പുറത്തും മറ്റുമൊക്കെ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇന്ന് GTV ന്യൂസ്, കീരമ്പാറ.